ഹലോ വെൽക്കം ടു ടീച്ചേഴ്സ് വേൾഡ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? ബൗണ്ട്ലെസ്സിലാണ്. ബൗണ്ട്ലെസ് കാക്കനാട് സ്ഥിതി ചെയ്യുന്ന ജർമ്മൻ സ്ഥാപനമാണ്, ജർമ്മൻ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. ഇവിടെ C1 C2 ക്വാളിഫൈഡ് ടീച്ചേഴ്സ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അത് എങ്ങനെ എനിക്ക് തറപ്പിച്ച് പറയാൻ പറ്റുന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത്? വേറൊന്നുമില്ല, ഇതിന്റെ ഓണർ ആൻഡ് C2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചറും എക്സാമിനറുമായ ടിജിത സാബു എൻ്റെ സ്വന്തം സിസ്റ്ററാണ്. അപ്പോൾ എനിക്കറിയാം ഈ സ്ഥാപനത്തിൽ അവള് ടിജിത ചെയ്യുന്നത് ഇവിടെ ഭയങ്കര എന്താ പറയുക അടിപൊളിയായിട്ടാണ് അവൾ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിജിത സ്വിറ്റ്സർലൻഡിൽ പഠിച്ച ഒരു ടീച്ചറാണ്. പഠിച്ച ടീച്ചർ ആവാൻ വേണ്ടിയിട്ടായിരുന്നു. അവളുടെ ടീച്ചിങ് പ്രൊഫഷൻ അങ്ങനെയായിരുന്നു. അങ്ങനെ നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ബൗണ്ട്ലെസ്. അപ്പം ഇവിടെ ജർമ്മൻ A1 A2 B1 B2 ക്ലാസ്സസ് എല്ലാം എടുക്കുന്നുണ്ട്. ഓഫ്ലൈനും ഓൺലൈനും എടുക്കുന്നുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഞാൻ ടിജിതേനെ വിസിറ്റ് ചെയ്യാൻ വന്നേക്കാണ്. ടിജിതയുടെ ബൗണ്ട്ലെസ്സും ടിജിതേനെയും വിസിറ്റ് ചെയ്യാൻ വന്നേക്കുവാണ്. അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഈ മാസം തന്നെ ഫെബ്രുവരി 14 തീയതി നടക്കുന്ന വാലന്റൈൻസ് ഡേ ഇന്നാണ് ആഘോഷിക്കുന്നത് വിത്ത് എ പോട്ട്ലക്ക്, അതായത് മിഡ് കേപ്സ് പാർട്ടി വെച്ചിട്ട്. സോ അതിൽ പങ്കുചേരാനായിട്ടാണ് ഞാനും ജെൻസും പിള്ളേരും വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ, ഇന്ന് നമ്മൾ ഈ റൂമിലാണ്, അത് അവളുടെ എക്സാം ഹാളിലാണ് ഇന്ന് മിഡ് പ്രങ് പാർട്ടിയും വാലന്റൈൻസ് ഡേ കൂടി അവർ ആഘോഷിക്കുന്നത്. അപ്പം ഞങ്ങളിത് ആ റൂമിലോട്ട് കയറി കഴിഞ്ഞപ്പം ഇഷ്ടം പോലെ എല്ലാ സ്റ്റുഡൻസും വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ എനിക്കതിന് 100-ലധികം കുട്ടികളുണ്ടായിരുന്നു. കറക്റ്റ് എണ്ണം എനിക്ക് അറിഞ്ഞൂടാ. അവരൊരു കേക്ക് മുറിച്ചാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഈ വന്ന എല്ലാ സ്റ്റുഡൻസും അവരുടെ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് കുക്ക് ചെയ്തതോ അല്ലെങ്കിൽ അവരുടെ പേരൻസോ ആരെങ്കിലും കുക്ക് ചെയ്തതായിട്ട് അവർ കൊണ്ടുവന്ന ഐറ്റംസാണിത്. എല്ലാവരും ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ 100 വിഭവം എന്താണെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് കണ്ടിട്ട്. ഇത്രയും ഐറ്റംസ് കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സാധാരണ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയാൽ പോലും ഇത്രയും ചോയ്സസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. എനിക്ക് പിന്നെ പെട്ടെന്ന് കണ്ണ് നിറഞ്ഞുകൊണ്ട് അധികം കഴിക്കാനൊന്നും പറ്റിയില്ല. ഇനിയിപ്പോൾ ഇതേ ബൗണ്ട്ലെസ്സിന് നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി കാണാം കേട്ടോ. ഇതാണ് ബൗണ്ട്ലെസ്. ടിജിതയുടെ അവൾ വളരെ പ്രൗഡായിട്ട് അവളുടെ കൊണ്ടു നടക്കുന്ന വലിയൊരു സംഭവമാണിത് കേട്ടോ. ഇങ്ങനെ ഇവളുടെ ക്ലാസ് റൂംസിനൊക്കെ ഓരോ പേരിട്ടേക്കാണ്. ഫോർ എക്സാമ്പിൾ ബെർലിൻ ഒരു ഈ റൂമിൻ്റെ പേര്. ഈ റൂമിൽ അവർ ഇത് കഴിഞ്ഞിട്ട് വാലന്റൈൻസ് ഡേ പ്രമാണിച്ചുള്ള കുറച്ച് കലാപരിപാടികളൊക്കെ വരുന്നതിന് അവിടെ പിള്ളേരൊക്കെ എൻ്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീൻ ക്ലാസ് റൂമിലോട്ട് പോയി. അപ്പം അവിടെ ചെന്നത് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവൾ സ്വന്തമായിട്ടൊരു ബിബ്ലിയോത്തേക്ക്, അതായത് ലൈബ്രറി ഉണ്ടാക്കിയിട്ടുണ്ട് ജർമ്മൻ ബുക്സ് ഏട്ടാ. അൺഫോർച്യുനേറ്റ്ലി എനിക്കത് കാണാൻ പറ്റിയില്ല, കാരണം ഇങ്ങനൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് കൂട്ടിയിട്ടേക്കുമായിരുന്നു കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് സൂറിച്ച് റൂമിലോട്ടായിരുന്നു. ഈ ക്ലാസ് റൂമിൻ്റെ പേര് അവൾ ഇട്ടേക്കുന്നത് സൂറിച്ച് എന്നാണ്. ഭയങ്കര രസം തോന്നി, ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് തോന്നി. അവളുടെ ചേച്ചി എന്ന നിലയിൽ ഞാൻ അവളെക്കുറിച്ച് ഓർത്ത് വളരെ പ്രൗഡാണ്. അവൾ ഇപ്പം 5-6 വർഷമായി ഈ ബൗണ്ട്ലെസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊച്ചി കാക്കനാടിൽ അവൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ഫ്ലോർ കൊണ്ടാണ് ഇപ്പോൾ അവർക്ക് 3 ഫ്ലോറോളം 3-4 ഫ്ലോർ കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞൂടെ, എന്താണെങ്കിലും അത്രയും അവർ അത് ഡെവലപ്പ് ചെയ്ത് അവളുടെ ഒരു ഡ്രീമാണിതല്ലേ ബൗണ്ട്ലെസ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഐ എം സോ പ്രൗഡ് ഓഫ് ഹർ. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അവിടെ എല്ലാവരും ക്ലീൻ ചെയ്ത് കസാരകളൊക്കെ ഇട്ടു. അപ്പോൾ ടിജിത എല്ലാ പിള്ളേരുടെയും അറ്റൻഡൻസ് എടുക്കുകയാണ്. അറ്റൻഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടിജിത കരുതി ഭയങ്കര സ്ട്രിക്റ്റുമാണ് കേട്ടോ. ഇനി നമ്മുടെ വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ ആണ്. വാലന്റൈൻസ് ഡേ കപ്പിൾസിന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സെലിബ്രേറ്റ് ചെയ്യാം. കാരണം വാലന്റൈൻസ് ഡേ ഒരിക്കലും കപ്പിൾസ് മാത്രം വിഷ് ചെയ്യുന്ന ഒരു സംഭവമല്ല. നമുക്ക് നമ്മുടെ പേരൻസിനെ വിഷ് ചെയ്യാം, ഫ്രണ്ട്സിനെ വിഷ് ചെയ്യാം. അങ്ങനത്തെ വിഭവങ്ങളൊക്കെയാണ് കൊണ്ടത്. എല്ലാം വളരെ ടേസ്റ്റി ആയിരുന്നു. താങ്ക് യു സോ മച്ച് എല്ലാവരും. അതിനകത്ത് വിജ്ഞാപനം ചെയ്തത് നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി സക്സസ്ഫുൾ ആക്കാൻ പറ്റുള്ളൂ. ഐ എം സോ ഗ്ലാഡ്. നിങ്ങൾ എല്ലാവരും
കോപ്പി റൈറ്റ് ഇഷ്യൂസ് കാരണം ഞാൻ ഇവിടെ പാട്ട് മ്യൂട്ട് ചെയ്തേക്കാണ്. അങ്ങനെ ഓരോ കലാപരിപാടികളായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പിള്ളേരെല്ലാം ഭയങ്കരമായിട്ട് പ്രിപ്പയർഡ് ആയിരുന്നു, ഭയങ്കര ടാലൻറ്റഡാണ്. ഡാൻസ് ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ. അങ്ങനെ ഞങ്ങളെയും കളിക്കാനായിട്ട് ഒരു ഗെയിമായിട്ട് കളിക്കാൻ വിളിച്ചു. ഇത് ഇപ്പോഴത്തെ കല്യാണങ്ങൾക്കൊക്കെ റിസപ്ഷന് നടക്കുന്ന കളിയാണ്. ഞങ്ങൾക്ക് 14 വർഷം കഴിഞ്ഞിട്ടാണ് കളിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. അപ്പം ടീച്ചറോട് പറഞ്ഞായിരുന്നു ഞങ്ങളും പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മളെ കൊണ്ട് കളിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ അവിടെ കുറച്ച് കപ്പിൾസൊക്കെ ഉണ്ട് ക്ലാസ്സിൽ. അതപ്പോൾ അവരെയും അവർക്കുള്ള കളികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സ്റ്റുഡൻസൊക്കെ അവർ ഭയങ്കര രസമായിരുന്നു കേട്ടോ, ഭയങ്കര ഒരു അടിപൊളിയായിരുന്നു. അങ്ങനെ പോയപ്പോഴാണ് ആ ടാറ്റ തന്നവരെ ഞാൻ എൻ്റെ കണ്ണിൽപ്പെട്ടത്. ക്യൂട്ടായിരുന്നു കേട്ടോ. ഇവരെല്ലാവരും ഭയങ്കര ക്യൂട്ടായിരുന്നു, നല്ല രസമാണ്, എല്ലാവരും ഭയങ്കര വൈബാണ്, അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു ഇവരുടെ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. C2 ക്വാളിഫൈഡ് ഉള്ള ടീച്ചറും എക്സാമിനറുമായ എന്റെ സിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞില്ലേ, ടിജിത സാബു, അത് നിൽക്കുന്നതാണ് ഇയാൾ. അപ്പം നീ ബൗണ്ട്ലെസിനെ കുറിച്ച് രണ്ടു വാക്ക് പറയുന്നത്. ബൗണ്ട്ലെസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമ്മുടെ ഒരു എക്സാം സെന്ററും കൂടെയാണ്. USDയുടെ എക്സാം സെന്റർ ആണ് ഉള്ളത്. A1 to B2 വരെയുള്ള ക്ലാസ്സസ് നമ്മളിവിടെ എടുക്കുന്നുണ്ട്. A1 to B2വിന്റെ എക്സാംസും മന്ത്ലി ഇവിടെ വെച്ച് തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ USP എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാ ടീച്ചേഴ്സും C1 C2 ക്വാളിഫൈഡ് ട്യൂട്ടേഴ്സ് ആണ്. ആൻഡ് വി ഹാവ് നേറ്റീവ് ട്യൂട്ടേഴ്സ് ഇസ് ലൈക്ക്. അതെ, എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നൊക്കെ വന്ന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇല്ല. പിന്നെ ഇവിടെ പഠിച്ച പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് എന്തോ ഒരു ഗുണമൊക്കെ ഇല്ലേ? അതായത് ഇവിടെ പഠിക്കുന്ന പിള്ളേർക്ക് എപ്പോഴും ഇന്റേണൽ സ്റ്റുഡൻസ് എന്ന് പറയും, അവർക്ക് എപ്പോഴും ഡിസ്കൗണ്ടഡ് റേറ്റ്സിനായിരിക്കും എക്സാം എഴുതാൻ പറ്റുക. അപ്പം നിങ്ങൾ ഇവിടെ പഠിക്കുകയാണെങ്കിൽ, അതായത് A1 തൊട്ട് B2 വരെ നിങ്ങൾ ഇവിടെ പഠിച്ച് ഇവിടെ തന്നെ പരീക്ഷ എഴുതുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ എന്താ പറയുക എക്സാം ഫീസ് അല്ലേ, അത് അതെ അതിനൊരു നല്ല റിഡക്ഷൻ തന്നെ ഉണ്ടാവും. ആക്ച്വലി നന്നായിട്ട് നല്ലൊരു റിഡക്ഷൻ ഉണ്ട് അല്ലേ? നല്ല രീതിയിൽ. അതെ തന്നെ. മാത്രമല്ല പരീക്ഷ എഴുതാനായിട്ട് നിങ്ങൾക്ക് സീറ്റും പെട്ടെന്ന് തന്നെ കിട്ടും. നമ്മുടെ ഇന്റേണൽ സ്റ്റുഡൻസിന് പ്രയോറിറ്റി ഉണ്ടാവും, അവർക്ക് നമ്മൾ സീറ്റ്സ് എപ്പോഴും അവൈലബിൾ ആയിട്ട്. അപ്പം യെസ്, അപ്പൊ ടിജിത ഞാൻ എന്റെ വ്ളോഗിന്റെ പരമായിട്ട് ടിജിത എനിക്കല്ല നിങ്ങൾക്ക് നല്ലൊരു ഓഫർ തന്നിട്ടുണ്ട്. അപ്പൊ എന്റെ വ്ളോഗ് കണ്ട് നിങ്ങള് A1 തൊട്ട് B2 വരെ ഏത് ക്ലാസ്സിൽ വേണ്ടി ചേർന്നാലും ബൗണ്ട്ലെസ് ചേർന്നാലും ബൗണ്ട്ലെസ് ടീജ 500 എന്ന് പറഞ്ഞ കോഡോ അത് ആ ഒരു പ്രൊമോ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. കറക്റ്റ് അല്ലേ ടിജി? കറക്റ്റ്. ഓക്കെ. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ബൗണ്ട്ലെസ്സിൽ വന്ന് ചേരുക ജർമ്മൻ പഠിക്കാനായിട്ട്. A1 തൊട്ട് B2 വരെ അടിപൊളിയാണ് ഇവിടുത്തെ വൈബ്. ഞാൻ നിങ്ങൾ വീഡിയോ കാണിച്ചില്ലേ, അതിന്റെ അകത്തുള്ള വൈബ് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ. അപ്പൊ ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾക്കും ആകാൻ പറ്റിയതിൽ താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. താങ്ക് യു.